ഇന്ന് പുസ്തക വായനയിൽ ദൈവം നിശ്ചയിക്കുന്നത് പോലെ എന്ന കഥ. ഈ കഥ എഴുതിയത് ശ്രീ ടി.കെ. ശങ്കരനാരായണൻ. വായിക്കുന്നത് ഡോക്ടർ ആർ. വേലായുധൻ. തങ്ങളുടെ ഊഴവും കാത്ത് സൈക്യാട്രിസ്റ്റിൻ്റെ ചേംബറിന് പുറത്തിരിക്കുമ്പോൾ സൂരജിൻ്റെ ചേച്ചിയുടെ മനസ്സിൽ ഇന്നലെ നട്ടുപിടിപ്പിച്ച വെനീഷ്യൻ ഓർക്കിഡുകളായിരുന്നു. സൂരജിനെക്കുറിച്ചുള്ള ആശങ്കകൾ അധികരിച്ച സമയമായിരുന്നതിനാൽ മനസ്സിനെ മറ്റേതെങ്കിലും ദിശയ്ക്ക് തിരിച്ചുവിടണമെന്ന് വസുന്ധര അമ്മായി പറഞ്ഞു. ആരോടെങ്കിലും സങ്കടം പറഞ്ഞ് കരയാനുള്ള കാര്യങ്ങളല്ല അവൻ ചെയ്തു വച്ചിരിക്കുന്നത്. സ്വയമേ പറയേണ്ടി വരുന്നതിനാലും അവിശ്വസനീയമായതിനാലുമാണ് വിങ്ങലും വീർപ്പുമുട്ടലും. ഓർക്കിഡുകൾ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ചുവരിൽ തലചായ്ച്ചിരുന്ന സൂരജ് മയങ്ങി മടിയിൽ വീണപ്പോൾ ചേച്ചിക്ക് പെട്ടെന്നൊരു അറപ്പ് തോന്നി. എടുത്തു മാറ്റിയാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ തന്നെ ഇരുന്നു. ചേച്ചിയുടെ തുടയിൽ സൂരജിൻ്റെ തല വിശ്രമിച്ചു. അവൻ്റെ വായ്ക്കോണിലൂടെ ഉമിനീര് ഒലിച്ചിറങ്ങി. സാരി നനഞ്ഞപ്പോൾ ചേച്ചി അവനെ ചുവരിൽ ചാരിയിരുത്തി. ശനി പിടിച്ചവനെ എന്ന് മനസ്സിൽ ശപിക്കാൻ തോന്നി. കാല് വളരണേ കൈ വളരണേ എന്ന് കാത്തിരുന്ന അനിയനാണിതെന്ന് ആ നേരം ചേച്ചി ആലോചിച്ചില്ല. ഇന്നലത്തെ ഷോക്കിൽ മനസ്സത്രയും കരുവാളിച്ചിരുന്നു. അവൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി തുടങ്ങിയപ്പോഴായിരുന്നു ഈ കരുവാളിപ്പിനിടയിലും ചേച്ചി ആലോചിച്ചത്. ചട്ടിയിലെ സസ്യങ്ങൾക്ക് മണ്ണിളക്കി വളമിടുമ്പോൾ എന്നാണ് ഓർമ്മ. സഹായിയായി അവനും കൂടിയിട്ടുണ്ട്. പൂച്ചെടികൾക്കരികിൽ അവൻ വരിക പതിവില്ലല്ലോ എന്ന് അന്തിച്ചുവെങ്കിലും ഒന്നും ചോദിച്ചില്ല. സഹായത്തിന് ആളായല്ലോ എന്ന് തൻ്റെ പ്രവൃത്തിയിലിരുന്ന് മുഴുകിയിരിക്കെ സൂരജ് വല്ലാതെ തന്നോട് ചേരുന്നതായും തോൾപ്പട്ട പിൻപുറത്ത് ഉരസുന്നതായും തോന്നി. പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം അവൻ്റെ മുഖത്ത് തിരയടിക്കുന്നു. അതിൽ അരുതാത്തതെന്തോ ഉള്ളതുപോലെ പെട്ടെന്ന് തന്നെ ചട്ടിപ്പണി നിർത്തി അകത്തേക്ക് കയറി. അന്ന് രാത്രി ചേച്ചിയുടെ ഉറക്കത്തിൽ വിള്ളൽ വീണു. പിറ്റേന്ന് അവൻ്റെ മേശവലിപ്പ് തുറന്നു നോക്കിയപ്പോൾ ചേച്ചി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. അതിനകത്ത് വൃത്തികെട്ട പുസ്തകങ്ങളും അരുതാത്ത ചിത്രങ്ങളുമായിരുന്നു. ചില ചിത്രങ്ങൾ അതേപടി വരയ്ക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അഭ്യാസം പഠിപ്പിലുണ്ടായിരുന്നെങ്കിൽ വിഷയങ്ങൾക്ക് ഇതിലും മാർക്ക് കിട്ടുമായിരുന്നു. ഒരു പുസ്തകത്തിനുള്ളിൽ നിന്ന് 2 CD പുറത്ത് വീണപ്പോൾ പെട്ടെന്ന് ഭയമായി. രാച്ചെല്ലുവോളം ഇവൻ കമ്പ്യൂട്ടറിന് മുന്നിരിക്കുന്നത് കാണാനാവുമോ? ഒരു മാത്രം അതിലെന്താണെന്നറിയാൻ ആകാംക്ഷ ഉണ്ടെങ്കിലും പിന്നീട് ഒരു വീണ്ടും വിചാരത്തിൽ ചേച്ചി ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. ഈ CD ഒളിപ്പിച്ചു വെച്ച് അവൻ്റെ ഒരു പടപടപ്പ് പരീക്ഷിച്ചാലോ എന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. ക്ലിനിക്കിന് മുന്നിൽ പെട്ടെന്നൊരു ജീപ്പ് വന്ന് മുരളുകയും അതിനുള്ളിൽ നിന്ന് നിലവിളി കേൾക്കുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. തൻ്റെ ഇടം കൈയിലെ 2 വിരലുകൾ സ്വയം വെട്ടിമാറ്റിയ ഒരു മനോരോഗിയെ കുറച്ചുപേർ ബലം പ്രയോഗിച്ച് ജീപ്പിൽ നിന്നിറക്കി. രോഗിയുടെ കാലുകൾ കയറിൽ ബന്ധിച്ചിരുന്നു. ചോര ഒഴുകിപ്പരന്ന് രോഗിയുടെ മേലാകെ ഭയപ്പെടുത്തുന്ന ചുവപ്പായിരുന്നു. കുതറിയും നിലവിളിച്ച് ബഹളമുണ്ടാക്കിയും അയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അവസ്ഥയുടെ ഗൗരവം പരിഗണിച്ച് മുൻഗണന അടിസ്ഥാനത്തിലാവണം സിസ്റ്റർ ആ രോഗിയെ ഉള്ളിലേക്ക് വിളിച്ചു. ഈ വെപ്രാളവും അന്തരീക്ഷത്തിലുണ്ടായ ശബ്ദവും കൊണ്ടാവണം ചുവരിൽ മയക്കമായിരുന്ന സൂരജ് ഒന്ന് കണ്ണു തുറന്നു. നീ ഇതൊന്നും കാണണ്ട, മയങ്ങിക്കോ എന്ന് പറയാൻ ചേച്ചിക്ക് മനസ്സ് വന്നില്ല. അവനോടുള്ള വെറുപ്പ് മനസ്സിനെ ഗ്രസിച്ചിരുന്നു. അത്രമേൽ വെറുപ്പ് തോന്നാനുണ്ടായ കാരണം കുളിമുറിയിൽ അവൻ ഉണ്ടാക്കി വെച്ച ഒരു ദ്വാരമാണ്. കതകിൻ്റെ അതേ നിറത്തിലുള്ള സ്റ്റിക്കർ കൊണ്ട് ദ്വാരമടച്ചിരുന്നതിനാൽ അറിഞ്ഞില്ല. കുളി കഴിഞ്ഞ് ഷവർ ചെയ്തപ്പോഴും പുറമേ നിന്നൊരു ശബ്ദം അവ്യക്തമായി കേട്ടു. നോക്കുമ്പോൾ കതകിലുണ്ടാക്കി വെച്ച 8 സൂരജിൻ്റെ കണ്ണ് കയ്യിൽ കിട്ടിയതെടുത്ത് മറയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഭയത്തിൽ ചേച്ചി അടിമുടി വിറച്ചുപോയി. കുഞ്ഞുനാളിലെ അച്ഛനും അമ്മയും വേർപെട്ടതിനാൽ അവൻ്റെ ഏക ആശ്രയമായിരുന്നു ചേച്ചി. ചേച്ചിയുടെ കയ്യിലാണ് അവൻ വളർന്ന് പൊക്കം വെച്ചത്. ചേച്ചി ഇപ്പോൾ അതൊന്നും ആലോചിച്ചില്ല. ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര നാളായിരിക്കുമെന്ന് മാത്രമാണ് ഉള്ളുരുകിയത്. പുറത്തിറങ്ങി കയ്യിൽ കിട്ടിയതെടുത്ത് അവൻ്റെ തലക്കടിച്ചാലോ എന്നൊരു ആലോചിച്ചെങ്കിലും അവനിൽ നിന്നും പ്രത്യാക്രമണം ഉണ്ടായാലോ എന്ന് ഭയന്ന് കുളിമുറിയിൽ കതകടച്ചിരുന്നു. രാത്രി നേരം ചെന്ന് അവൻ വീടണഞ്ഞപ്പോൾ എന്തേ ഈ ലൈറ്റ് എന്ന് ചോദിച്ചില്ല. സാധാരണ അവൻ്റെ രുചിക്കനുസരിച്ച് വിളമ്പി കൊടുക്കാറുള്ള ചേച്ചി വിഭവങ്ങളെല്ലാം മേശമേൽ മൂടിവെച്ച് ഭക്ഷണം കഴിച്ചവൻ മുറിക്കകത്ത് കയറിയപ്പോൾ പുറമേ നിന്നും കതക് കുറ്റിയിട്ടു. അതാണ് പ്രശ്നമായത്. കതക് തുറക്കണം നിലവിളിക്കാൻ തുടങ്ങി. അന്നേ വരെ ഒരേ കട്ടിൽ ഒരുമിച്ചാണ് അവർ കിടന്നിരുന്നത്. ഇനി അത് സാധ്യമല്ലെന്ന് ചേച്ചി മറുത്ത് നിലവിളിച്ചു. എന്നെ ഇങ്ങനെ പൂട്ടിയിടുന്ന എന്തിനാണ്? അവൻ കതകിൽ ബലം പ്രയോഗിച്ചു. കതക് തുറന്നു വയ്ക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് എന്ന് ചേച്ചി പ്രതിവചിച്ചു. ഞാൻ ബഹളമുണ്ടാക്കി ആളെ കൂട്ടുമെന്ന് അവൻ ഭീഷണി മുഴക്കിയപ്പോൾ ചേച്ചി തെല്ല് പേടിക്കാതിരുന്നില്ല. ഫ്ലാറ്റായതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് കാര്യം പറയും. ഇത്തരം കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകളുണ്ടാക്കാൻ ആളുകൾക്ക് താല്പര്യമേറും.
ഈ അപ്പാർട്ട്മെൻറ്റിൽ താൻ പിന്നെ ഒരു കാഴ്ച വസ്തുവുമാകും. കതക് തുറന്നു കൊടുത്താൽ എന്ത് ധൈര്യത്തിൽ താൻ രാത്രി കഴിച്ചു കൂട്ടുമെന്ന ആശങ്കയും അസ്ഥാനത്തല്ല. അവൻ വളരുന്നത് ഇഞ്ചിഞ്ചായി മനസ്സിൽ അടയാളപ്പെടുത്തി കാത്തിരുന്ന ചേച്ചി ഇങ്ങനൊരു ദുര്യോഗം ഭവിച്ചതിൽ അകമേ നനഞ്ഞു പൊട്ടി. വസുന്ധരാമായി പറഞ്ഞനുസരിച്ച് അന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ തൻ്റെ രക്ഷയ്ക്കെങ്കിലും ഒരാളാവുണ്ടായിരുന്നു. സൂരജ് മുട്ടും നിലവിളിയും തുറന്നപ്പോൾ ചേച്ചി കതക് തുറന്നു. ആർ യു മാഡ്? സൂരജ് കിതയ്ക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് നീ ഇപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് ചോദിക്കുന്നു, റാസ്കൽ. ഞാൻ എന്ത് കുറ്റം ചെയ്തു? ദൈവമേ എന്ന് ചേച്ചി ഉയർത്തു. തെറ്റുകൾ മുഴുവൻ ചെയ്തിട്ട് അതെന്താണെന്ന് താൻ വിസ്തരിക്കണം പോലും. വെറുതെ മുഖം തുടച്ച് മൗനിയായി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആകെ ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റിൽ ഓരോ മുറിയും അടച്ചും പൂട്ടിയും ഇടാൻ പറ്റില്ല. ആജ്ഞയെന്ന് തോന്നിപ്പിക്കുന്ന സ്വരത്തിൻ്റെ കരുത്തിൽ അവനൊരു പുരുഷനായതുപോലെ തോന്നി. നിൻ്റെ കഥ കുറ്റിയിട്ടാലല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ? ചേച്ചി സംയമനം പാലിച്ചു. എനിക്ക് എൻ്റെ കഥ കുറ്റിയിട്ട് കിടക്കാമല്ലോ. ചേച്ചി എന്താ പാവം? പെട്ടെന്ന് അവൻ കീഴസ്ഥായിലേക്ക് വന്നു. എനിക്കും അതാണ് ചോദിക്കാനുള്ളത്. ഒരു വലിയ കരച്ചിലിൽ ആ സംഭാഷണം അവസാനിച്ചു. വിരലുകൾ സ്വയം വെട്ടിമാറ്റിയ രോഗിയും കൊണ്ട് കൂടെ വന്നവർ പുറത്തിറങ്ങി. ബോധം കെടുത്താനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതിനാലാവണം അയാൾ തീർത്തും ഒരു മയക്കത്തിലായി. ശവം തൂക്കുന്നത് പോലെയാണ് ആളുകൾ അയാളെ തൂക്കിക്കൊണ്ടുപോയത്. സൂരജിനെ ഈ നിലയിൽ തനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചേച്ചി ഒരു മാത്രം ആലോചിച്ചു. വസുന്ധര അമ്മായിയും അതേ ലൈനിൽ ചിന്തിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കും ഉടൻ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ അവർ നിർബന്ധിച്ചതും. ഒരു ഡോക്ടറോട് ഉപദേശം വേണമെന്ന് ചേച്ചിക്കും തോന്നാൻ കാരണം സൂരജിൻ്റെ കട്ടായങ്ങൾ വെറും പ്രായത്തിൻ്റെ കിന്നരിപ്പ് മാത്രമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എന്തോ ഒരു പോരായ്മ, മനസ്സിനെ താളം തെറ്റിക്കുന്ന ഒരു ശക്തിയുടെ സ്വാധീനം അവനിലുള്ളതായി ചേച്ചിക്ക് തോന്നി. കരച്ചിലിൽ സംഭാഷണം നിലച്ച ആ രാത്രിയുടെ പിറ്റേന്ന് വസുന്ധരാമായി ഫ്ലാറ്റിൽ വന്നു. പറയണോ എന്ന് പലപാട് ആലോചിച്ച ശേഷം ചേച്ചി മനസ്സിൻ്റെ കെട്ടഴിച്ചു. ഇവൻ്റെ ഉള്ളിലിപ്പ് ഇതാണെന്ന സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ധൈര്യമായ ഫ്ലാറ്റിൽ ഒരുമിച്ച് കഴിയും എന്ന് കരഞ്ഞു ചോദിച്ചു. നേരെ എതിർവശത്തുള്ള ഫ്ലാറ്റിൽ അമ്മായി ഒറ്റയ്ക്കാണ് താമസം. രാത്രി നീ അവിടെ വന്ന് കിടന്നോ എന്ന് അമ്മായി ചേച്ചിയെ സാന്ത്വനിപ്പിച്ചു. ഇത് വെറും സെക്സിൻ്റെ മാത്രം പ്രോബ്ലം ആയിരിക്കില്ല കുട്ടി, വസുന്ധര അമ്മായി പറഞ്ഞു. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. അങ്ങനെ തോന്നാൻ വെറും സെക്സാണ് അവൻ്റെ പ്രശ്നമെങ്കിൽ ഇതിനകം കോളനിയിൽ അവൻ ചീത്തപ്പേര് സമ്പാദിച്ചിട്ടുണ്ടാകും. നിന്നെ ലക്ഷ്യമിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയുമില്ല. അത് ശരിയാണെന്ന് ചേച്ചിക്കും തോന്നി. സെക്സ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അവന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ട്യൂഷന് സൈക്കിളിൻ്റെ പിന്നിലിരുത്തി കൊണ്ടുപോകുന്ന ഭൂപേന്ദർ സിംഗിൻ്റെ അനിയത്തി എന്ന് തന്നെ തിരഞ്ഞെടുക്കാം. താനില്ലാത്ത നേരം വീട്ടുവേലയ്ക്ക് വരുന്ന പണിക്കാരിയോട് അഭ്യാസം കാട്ടാം. ക്ലാസ്സിൽ തന്നെ ധാരാളം പെൺസുഹൃത്തുക്കളുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ വഴിക്കൊന്നും അവൻ നീങ്ങിയിട്ടില്ല. ഇതുവരെ ഒരു ദുരൂഹത നേരെ ചൊവ്വേ മനസ്സിലാകാത്ത എന്തോ ഒന്ന് സൂരജിനെ പൊതിനിൽക്കുന്ന പോലെ ചേച്ചിക്ക് തോന്നി. അവൻ്റെ മേശവലിപ്പിൽ അശ്ലീല ചിത്രങ്ങൾ മാത്രമേ നീ കണ്ടുള്ളൂ, വസുന്ധരമായി കൂട്ടിച്ചേർത്തു. അതിൻ്റെ പേരിൽ ഒരു മുൻധാരണയും ഉണ്ടാക്കി വേറെ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാൻ കൂട്ടാക്കിയോ? സൂരജില്ലാത്ത നേരം അമ്മായിയുടെ സാന്നിധ്യത്തിൽ അവൻ്റെ സ്വകാര്യങ്ങൾ ചികഞ്ഞപ്പോൾ കിട്ടിയ ചിത്രം മറ്റൊന്നാണ്. അരുതാത്ത പടങ്ങളുടെ കൂട്ടത്തിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജയ് ഹനുമാൻ്റെയും ഫോട്ടോ അവർ കണ്ടു. പഴയ അമൃതാഞ്ജൻ ഡപ്പിയിൽ കുട്ടിക്കാലത്തെ കളിഗോട്ടികൾ, കൈവിട്ടുപോയ കൂട്ടുകാരൻ്റെ നിലവിനായി സ്ലാബ് ആൽബം, അച്ഛൻ്റെ ഓർമ്മയ്ക്ക് നീല ഷിഫേഴ്സ് പെൻ, അമ്മയുടെ റെഡ് കോറൽ കമ്മൽ. 10ാം ക്ലാസ്സിലെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ ഏതോ ഒരു സഹപാഠി പെണ്ണിൻ്റെ മുഖത്തിന് ചുറ്റും നീലമഷിയിൽ വൃത്തം വരച്ചു വച്ചിരിക്കുന്നു. പിന്നെ ഒരു ആൽബം മുഴുവൻ പല പ്രായത്തിലുള്ള ചേച്ചിയുടെ ഫോട്ടോകൾ. 2 വയസ്സുള്ള ഒരു ഫോട്ടോവിന് കീഴെ മൈ ഡിയർ എന്നെഴുതി ഹൃദയത്തിൻ്റെ ചിത്രം വരച്ചിരിക്കുന്നു. ഒരു പുസ്തകത്തിനുള്ളിൽ ചേച്ചി സൂക്ഷിച്ചിരിക്കുന്ന മയിൽപ്പീലി, മറ്റൊന്നിൽ കൂടി കെട്ടിയിരുന്ന റിബൺ, ഒരു മൺപാത്രത്തിൽ ചേച്ചി ഉപയോഗിച്ചിരുന്ന വളകൾ. ഇവയിലൂടെ അത്രയും വിരലൊടിച്ച ചേച്ചിക്ക് വിചാരിക്കാത്ത ഒരു നിമിഷത്തിൽ അണപൊട്ടി. വസുന്ധരാമായി അവർ തന്നോട് ചേർത്ത് പറഞ്ഞു, എൻ്റെ ജഡ്ജ്മെൻ്റ് എത്ര ശരിയാണെന്ന് നോക്കൂ. കുളിമുറിയിൽ ദ്വാരമിട്ടത് പിന്നെ എന്തിനായിരുന്നുവെന്ന് ഓർമ്മയിൽ ഓക്കാനം പോലെ തികട്ടി. ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ടോട്ടൽ ഇവാലുവേഷൻ നടത്തരുത്. വസുന്ധരമായി പുറന്തടവി. ചിലപ്പോൾ നിന്നോടുള്ള അഗാധമായ സ്നേഹത്തിനാൽ നിന്നെ മുഴുവനായും പിറന്നപടിയും കാണണമെന്ന് തോന്നിയിരിക്കും. അതും വെറും ഒരു സ്നേഹപ്രകടനം മാത്രമായിരിക്കും. ഏതോ ആലോചന എഴുന്നേറ്റിട്ടെന്ന പോലെ വസുന്ധരമായി തുറന്നു. ചില കുട്ടികൾ അവരുടെ ടീച്ചേഴ്സിനോട് പ്രേമമുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലിറ്ററലി ലവ് ടീച്ചറെ തൊടുന്നതിലും മണം പിടിക്കുന്നതിലും ഒരുതരം രസം. അതിനെ സെക്ഷലായി കാണാൻ പാടില്ല. ഒന്ന് നിർത്തി അവൻ കൂട്ടിച്ചേർത്തു. കാഴ്ചയാണ് എല്ലാത്തിനും കാരണക്കാരൻ. സൂരജിൻ്റെ സ്വകാര്യ ശേഖരങ്ങളുടെ സഞ്ചരിച്ച വസുന്ധര അമ്മായി സൗമ്യമായ ഒരു നിർദ്ദേശം വെച്ചു. ഇന്നു മുതൽ നീ അവനെ കൂടെ കിടത്തണം. അതുമാണ് എനിക്കുള്ള മരുന്ന്. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ചേച്ചിക്ക് അതിന് സമ്മതമായിരുന്നു. ദുഃഖമത്രയും മറന്നവർ സന്തോഷത്തിലേക്ക് മടങ്ങി വന്നു. ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ സൂരജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരമായി
ഭൂപേന്ദർ സിംഗ് വന്നു. രക്തം അധികം പോകുന്നതിന് മുമ്പ് കൊണ്ടുവന്നത് ഭാഗ്യമായെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറുടെ ചുറുചുറുക്കിൽ അവൻ പെട്ടെന്ന് ബോധവാനായി. വീട്ടിലെത്തിയതും വീണ്ടും ഏതോ പെറുപെറുക്കാൻ തുടങ്ങിയപ്പോൾ വസുന്ധര അമ്മായി പറഞ്ഞു, ഇവനെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം, വെച്ച് വൈകിക്കരുത്. ഒന്നും ഒരെത്തും പിടിയും കിട്ടാതെ സൂരജിൻ്റെ ചേച്ചി ഇരുന്നു. നിർജീവനായ ഒരു ഇരിപ്പ്. അവർക്ക് സൂരജിനോട് സ്നേഹവും വെറുപ്പും തോന്നി. ഇത്ര പരിലാളിച്ച് വളർത്തിയിട്ടും നീ എന്തിനിങ്ങനെയൊക്കെയായി എന്നവർ വിധിയെ പഴിച്ചു. ഇവനെപ്പറ്റി മാത്രം ആലോചിച്ചു കൊണ്ടിരുന്നാൽ നീയും ഇവനെ പോലാകും, സുന്ദരമായി പറഞ്ഞു. നീ വാ. ചേച്ചിയെ അവർ തൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. തലേന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന വിനീഷ്യൻ ഓർക്കിഡുകൾ ചൂണ്ടി അവർ പറഞ്ഞു, നിനക്ക് ചെടികൾ ഇഷ്ടമാണെന്നറിയാം. അതിൻ്റെ കടയെല്ലാം ഇളക്കി പരുവപ്പെടുത്ത്. അപ്പോഴേക്കും ഞാൻ ഇളനീർ കൊണ്ടുവരാം. ഓർക്കിഡിന് ഏറ്റവും നല്ല വളമാണ് ഇളനീർ. കണ്ണുപറിക്കുന്ന ഓർക്കിഡ് പുഷ്പങ്ങളെ നോക്കി സൂരജിൻ്റെ ചേച്ചി എത്രയോ നേരമിരുന്നു. ഇതിൻ്റെ നിറം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്നവർ നിരൂപിച്ചു. മനസ്സിൻ്റെ മുഷിപ്പിന് നേരിടാൻ അമ്മായി വെച്ച നിർദ്ദേശം സ്വാഗതാർഹം തന്നെ. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴക്കിയപ്പോൾ ചേച്ചി ഉണർന്നു. ചേംബറിൽ നിന്ന് രോഗി പുറത്തു വന്നപ്പോൾ സിസ്റ്റർ സൂരജിൻ്റെ പേര് വിളിച്ചു. ഡോക്ടറോട് എല്ലാം തുറന്നു പറയാൻ ദൈവനിശ്ചയ നേരം. സൂരജിനെയും കുട്ടി ചേച്ചി ചേംബറിലേക്ക് കടന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.